പൊതുവെ കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലാണ് സൂര്യകാന്തി പൂക്കൾ കാണുക. എന്നാൽ വയനാട് കക്കവയൽ എത്തിയാൽ ഒരു പാടം നിറയെ സൂര്യകാന്തി പൂക്കൾ കാണാം. നിരവധി സഞ്ചാരികളാണ് സൂര്യകാന്തി പൂക്കൾ കാണാൻ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. വയലു നിറയെ സൂര്യകാന്തി പൂക്കൾ നിറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. ഏകദേശം 2.5 ഏക്കറോളം നിറഞ്ഞു കിടക്കുന്നതാണ് സൂര്യകാന്തി പൂപ്പാടം. പൂക്കൾക്കിടയിൽ നിന്നും സെൽഫി എടുക്കുവാനും കുറച്ചുനേരം സമയം ചെലവിടാനും നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. അതിൽ കൊച്ചുകുട്ടികളും മുതിർന്നവരുമുണ്ട്. ഈ സൂര്യകാന്തി പൂപ്പാടം ഇത്തരത്തിൽ നിർമ്മിക്കാൻ ചില നോവുന്ന കാരണങ്ങളുമുണ്ട്. ചോളം കംപ്ലീറ്റ് മയിൽ കുത്തിപ്പൊത്തുന്നു പോയി. ഒരു വലിയ നഷ്ടമാണുള്ളത്. പിന്നെ ഇക്കൊല്ലം ഇതിനിപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഒന്നും ആനുകൂല്യങ്ങളൊന്നും ഈ കൃഷിക്കൊന്നും കിട്ടിയിട്ടില്ല. നെല്ലിനൊരു കുറച്ച് പൈസ സബ്സിഡിയൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് മറ്റ് കൃഷികളൊക്കെ നടത്തിയിട്ട് വിജയിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ കർണാടകത്തിലേക്കൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൂവിന് കാണാൻ ആൾ വരും. അത് പ്രതീക്ഷിച്ച് ചെയ്തതാണ്. ഞങ്ങൾ ഈ വയൽ പാട്ടത്തിനെടുത്ത് 8 വർഷമായി ഞങ്ങൾ വയൽ പാട്ടത്തിനെടുത്തിട്ട്. അപ്പോൾ ഞങ്ങൾ കൃഷി കഴിഞ്ഞാലും ഇപ്പോൾ ഞങ്ങൾ 8 വർഷം നെൽകൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഈ നെൽകൃഷി എടുത്തിട്ട് ഞങ്ങൾക്കിത് ഞങ്ങൾക്കിതിനൊരു വിജയിക്കാൻ സാധിച്ചിട്ടില്ല. സർക്കാരിൽ നിന്ന് യാതൊരുവിധ ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടാറില്ല. പിന്നെ അതിലുപരി ഇവിടെ എന്ത് കൃഷി ചെയ്താലും പന്നി, മയിൽ, അതുപോലെ തന്നെ കാട്ടുപന്നി, ഏറ്റവും വലിയ കാട്ടുപന്നിയൊക്കെ ഭയങ്കര ശല്യ കാട്ടുപന്നിയൊക്കെ ഉണ്ട്. മയിലിനൊക്കെ അതിനൊക്കെ കഷ്ടമാണ്. അങ്ങനെ ആകെ പൊറുതിമുട്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നല്ല നെല്ലായിരുന്നു. നല്ല നെല്ലാണെങ്കിലും ആ നെല്ല് കാലാവസ്ഥ എൻ്റെ വ്യതിയാനം കൊണ്ട് സമയത്ത് കൊയ്യാൻ സാധിച്ചില്ല. കണ്ടമാനം നഷ്ടം ഞങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയതാണെങ്കിലും കൃഷി വൻ വിജയമായി. പൂപ്പാടം കാണാൻ വരുന്നവർക്കും സന്തോഷം. സൂര്യകാന്തി പൂവ് കണ്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. വളരെ ഭംഗിയായിട്ടുണ്ട്. നമ്മളിങ്ങനെ അത് കാണാനായിട്ട് നമ്മൾ നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടു. ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കുറേ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നിർത്തി ഒരു പുതിയൊരു അനുഭവമാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ പാടത്ത് ഇത്രയും സൂര്യകാന്തി പൂ ഒരുമിച്ച് ഇങ്ങനെ കണ്ടിട്ടില്ല. ബ്യൂട്ടിഫുൾ. ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. വളരെ ഫ്രഷായി. നന്നായിട്ടുണ്ട്. വൈത്തിരി പോകുന്ന വഴിയിൽ നിർത്തിയതാണ്. നല്ല ഭംഗിയുള്ള സൂര്യകാന്തി തോട്ടം കണ്ടപ്പോൾ നിർത്തിയതാണ്. രസമായിട്ടുണ്ട്. ഈ ഭാഗത്ത് അങ്ങനെ കണ്ടിട്ടില്ല. കുറേ അങ്ങോട്ട് പോയിട്ടാണ് സൂര്യകാന്തി തോട്ടമൊക്കെ കാണാറ്. കർണാടക, കുണ്ടൽപേട്ട റേഞ്ചിലൊക്കെയാണല്ലോ ഉള്ളത്. ഇവിടെ വളരെ മനോഹരമായിട്ട് തോന്നി. എല്ലാത്തിലും തേനീച്ചും നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള കാഴ്ചയാണ്. ബേബിയുടെയും പ്രഭാകരന്റെയും ശ്രമഫലമായാണ് ഇത്തരത്തിൽ സൂര്യകാന്തി പൂപ്പാടം ഒരുക്കിയത്. ക്യാമറമാൻ ടോണി ആന്റണിക്കൊപ്പം അർജുൻ PS, ജനം, വയനാട്.